രാവിലെ തന്നെ ഷിൻചാനെ കാണാനില്ല. ഇതെന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ആകെ $2K പിന്നെ ഇതെന്ത് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ഗൈസ്, ആ സൗണ്ട് വേറൊന്നുമല്ല, ഇവിടെ പുതിയ ബോട്ട് ഷോറൂം തുടങ്ങി. ഇതാരാ ഷിൻചാനാ, നിനക്കിങ്ങനെ ബോട്ട് ഷോറൂം തുടങ്ങി? വെറുതെ അല്ല, എൻ്റെ പൈസ നീയാണ് കളഞ്ഞത്. ഇതാ ഞാനാണ് കളഞ്ഞത് നിൻ്റെ പൈസ. നീ പൈസ കിട്ടാനും പോവില്ല, തിരിച്ച് കിട്ടാനും പോവില്ല. ഇതാ പോടാൻ എന്തിനാണ് വിളിക്കണേ? അത് ഞങ്ങൾ ഇഷ്ടമല്ലേ? ഞങ്ങൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്നാൽ ശരിയാക്കി തരാം. എൻ്റെ ഒരു വണ്ടി പോലില്ല, അതുകൊണ്ട് നമുക്ക് ശരിയാക്കി തരുന്നത് അവന്. എൻ്റെ വീടും അവൻ വിറ്റി വേറെ ആൾക്ക് കൊടുത്തു. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. എനിക്ക് വേറെ ഒരു വണ്ടി കൊണ്ട് കാണാനില്ല. ഞാൻ ഇവിടെ സൈക്കിൾ ഉണ്ടല്ലോ, സൈക്കിൾ നമുക്ക് ചവിട്ടി നമ്മുടെ ഏതെങ്കിലും സ്ഥലത്തിലോട്ട് പോവാം. എന്തെങ്കിലും ജോലി വേണം. ഇതോ അതാണ് വിളിച്ചത്. ഇവിടെ ഒരു പെണ്ണാണ് വിളിച്ചത്. ഇയാളല്ല വിളിച്ചത്. ഈ പെണ്ണെന്താ പറഞ്ഞ? ഞാനിത് പണി തരാം, അത് ചെയ്താൽ 500 crores തരാണ്. എന്താ പണി? ഒരു ബോട്ടുണ്ട്, അല്ല ഒരു ബോട്ടല്ലല്ലോ, ഒരു ബൈക്കുണ്ട്, അത് അടിച്ചു മാറ്റി തന്നാൽ മതി. ഓക്കെ, അത് നമുക്ക് ഈ സൈക്കിളിൻ്റെ ആ ബോട്ടി അയാളുടെ മറ്റേ അവിടെ സ്ഥലത്തോട്ട് പോവാം. ഈ മറ്റേ മുന്നേ കാണുന്ന ആ വീടില്ല, അതാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഈ സൈക്കിളിന് തീരെ സ്പീഡില്ല, ചവിട്ടിയിട്ട് ഇങ്ങനെ നിർത്തണേ. ഈ വീട്ടിലൊരു സെഡ് സ്റ്റാൻഡാണോ കാണുന്നില്ല? ഇതെന്താ സെഡ് സ്റ്റാൻഡല്ലേ? നമുക്ക് നേരെ അടിച്ചോണ്ട് പോവാം. ഈ പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ വീടിൻ്റെ അവസ്ഥ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നേരെ എൻ്റെ ഷിൻചാന് പണി കൊടുക്കുന്നുണ്ട്. അവനാണ് എന്ത് കാണും ഷാനും അറിഞ്ഞിട്ടില്ല. നമുക്ക് നേരെ ആ ചേച്ചി കൊണ്ട് കൊടുക്കാം. കുറച്ച് വെപ്പൻസ് ഉണ്ടെങ്കിൽ നന്നായിന്, പക്ഷെ എനിക്ക് വെപ്പൻസ് ഒന്നുമില്ല. ആ ചേച്ചി നിൽക്കുന്നുണ്ട്. ഓക്കെ, ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചി ഇന്ന ബൈക്കുന്ന. ഓക്കെ, ഗൂഗിൾ പേ അയച്ചു തന്നാൽ മതി. എത്താം. എനിക്ക് 500 crores ഗൂഗിൾ പേയിൽ ആ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഷോറൂമിൽ പോയിട്ട്, ഷോറൂമല്ല ഇവിടെ അടുത്ത ഷോറൂമുണ്ട്, അവിടെ നമുക്ക് എടുക്കാം, പോവാം. ഓക്കെ, ഞാൻ കാർ ഡീലറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാർ ഡീലർ ഇവിടെ ഒരു ലംബോർഗിനി അയച്ചതാണ് പറഞ്ഞത്. ഇതാ ഒരു ലംബോർഗിനി കിട്ടിയിട്ടുണ്ട്. അവന് പണി കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ. ഓക്കെ, ഞാൻ മറ്റേ അതിന് കൂടെ ഞാൻ കുറച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ മറ്റേ എല്ലാം റെഡി ആയിട്ടുണ്ട്. അവൻ്റെ എല്ലാ ബോട്ടും ഞാൻ തരിപ്പനാക്കുന്നുണ്ട്. ആ ഡെത്ത് സ്റ്റാൻഡ് വാങ്ങി ചേച്ചി ഒന്നും പോണില്ല. ഇവിടെ ഇപ്പോൾ 8GB ബോട്ടുണ്ട്, എനിക്ക് വിറ്റിട്ട് ഇത് കാശ് ഉണ്ടാക്കാം. പക്ഷേ ഇതാ ഇവിടെ മറ്റേ ഒരാൾ വിളിക്കുന്നുണ്ട്. ഷിൻചാന് എന്താ പറഞ്ഞേ? പോരാ, നീ പണ്ട് ഡേപ്പാണോ? ഞാൻ ശരിയാക്കി തരാം. ഞാൻ അതിനെ കൂടെ വെപ്പൻസ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റിക്കി ബോംബില്ലേ, ഈ കേക്ക് അവിടെ ഓരോന്നും വെച്ചാൽ മതി. ഷിൻച പറഞ്ഞ് വേണ്ട എന്നാ ചെയ്യല്ലേ. എനിക്ക് ചേർത്ത് വഴിയില്ല മോനെ, ഞാൻ കുറേ ചെയ്യണം എനിക്ക്. ഓക്കെ, നമുക്ക് നേരെ ഓക്കെ എൻ്റെ കാറ് വിട്ടിട്ട് നേരെ നമ്മുടെ കാറ് ഇവിടെ. ഓക്കെ ഗൈസ്, ഇവിടെ വണ്ടികളൊക്കെ ഫുൾ പൊട്ടി. ഇതാണ് റിവെഞ്ച് ടേക്ക് ചെയ്യണം. അതാണ് അണ്ണാ, ഞാൻ എൻ്റെ കൂടെ വരട്ടെ. നീ എന്താ ഫസ്റ്റ് വിജയ് പറഞ്ഞേ? പോടാ, നീ പണ്ട് ഡ്രൈപ്പാണല്ലേ. നിന്നെ കയറ്റിത്തില്ലാടെ വണ്ടിയിൽ. ആ പാവല്ല കയറ്റി നീ കയറാ. ഞാൻ വെറുതെ ഇടണില്ല, ഞാൻ നിന്നെ കുറച്ചേ മിണ്ടത്തുള്ളൂ. ഞാൻ കുറച്ചെങ്കിൽ കുറച്ച് കേട്ടല്ല, കുറച്ചേ മിണ്ടത്തുള്ളൂ നിന്നെ. ഓക്കെ,
ഞാൻ പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഷിൻചാന് ഈ പണി ആവർത്തിച്ച് നിന്നെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ പൈസ ഉണ്ട് അതൊക്കെ ഓക്കെ, ഈ കുറച്ച് ഷെയറിങ് തന്നാൽ മതി. പക്ഷെ ഫസ്റ്റ് എൻ്റെ പറഞ്ഞു നീ എന്നെ അന്നെന്നല്ലാന്ന്. അതാണ് ഫസ്റ്റ് പറഞ്ഞു. അയ്യോ, ഇത് ഏതോ റെയിൽവേ സ്റ്റേഷൻ അറിയാണ്ട് പോയി. അതാണ് എങ്ങനെ എത്തിച്ച അവൻ നീ അന്നെന്നല്ല പോന്ന് പറഞ്ഞു. അന്നാ ശരിയാക്കാൻ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, ഞാൻ ആ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കാണുന്ന വീട്, ഈ വീട് എനിക്ക് 2 കോടിക്കാണ് വാങ്ങിച്ചത്. ഈ വണ്ടിക്ക് ഞാൻ 10 കോടി ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. വണ്ടി ഇവിടെ കയറ്റാൻ പറ്റുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കയറ്റാം. ഷിൻചാൻ ഈ പണി ആവർത്തിച്ച ഞാൻ നിന്നെ ഈ വീട്ടിലാണ് പുറത്താക്കും. ഇല്ല, ഞാൻ ഇങ്ങനെ പണി ചെയ്യൂലെന്നാ അവൻ മര്യാദക്കിരുന്നോ. ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടി. ഓക്കെ, ഷിൻചാനെ ഇനി ചെയ്ത് കഴിഞ്ഞാൽ നാക്കിലിട്ടിരിക്കും. അതുകൊണ്ട് ഓക്കെ, ഇത്രയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഓടി അടിച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.